ടിപ്പു എന്ന ഭീകരനായ സാത്താൻ്റെ കഥ കഴിഞ്ഞ 4-5 എപ്പിസോഡുകളായി നമ്മൾ കഥേമയിൽ പറയുന്നുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് കഴിഞ്ഞ ദീപാവലി കഴിഞ്ഞ് പോയപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു കർണാടകയിലെ ഒരു പ്രദേശത്ത് ദീപാവലി ആഘോഷിക്കുന്നില്ല, ടിപ്പു നടത്തിയ ഒരു ക്രൂരത കൊണ്ടാണ്, അതിൻ്റെ ഓർമ്മ ദിവസമാണ് ദീപാവലി, അതുകൊണ്ട് ഒരു സമൂഹം ദീപാവലി ബഹിഷ്കരിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് ടിപ്പുവിൻ്റെ ഈ ഭീകര കഥകൾ തൽക്കാലത്തേക്ക് നമുക്ക് നിർത്തിവെക്കാം. അതെ, അത് മാണ്ഡ്യ ജില്ലയിൽ മാലേക്കോട്ടെ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അയ്യങ്കാർ കുടുംബങ്ങളാണ്. ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ആണല്ലോ. അതെ, വൈഷ്ണവ ബ്രാഹ്മണർ ആണ് അവര് മാണ്ഡ്യം അയ്യങ്കാർ എന്ന് പറയും അവിടെ താമസിക്കുന്ന ആളുകളെ. ആ മാണ്ഡ്യം അയ്യങ്കാർ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജയലളിത. ഈ ദീപാവലി കൊണ്ടാടാത്ത ആ സമൂഹത്തിൽപ്പെട്ട ആളാണ് അവര്. കാരണം മൈസൂരിലെ രാജാവിൻ്റെ ഡോക്ടറായിരുന്നു ജയലളിതയുടെ അച്ഛൻ ജയറാം. അപ്പോൾ ആ മാണ്ഡ്യം അയ്യങ്കാർ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരാളും വന്നിട്ടുണ്ട്. ഇവര് മാണ്ഡ്യം അയ്യങ്കാർമാർ മൈസൂർ രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ഈ മന്ത്രിസ്ഥാനത്തും ഒക്കെ. അങ്ങനെ ഒരു വംശമാണത്. അപ്പോൾ ഈ 700 മാണ്ഡ്യം അയ്യങ്കാർ കുടുംബങ്ങളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ടിപ്പുവിനെ പുറത്താക്കാനായിട്ട് ഇവർ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദീപാവലി ദിവസം കൊല്ലുന്നത്. 700 കുടുംബം എന്ന് പറയുമ്പോൾ എണ്ണം കൂടും. മിനിമം ഒരു 5 പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 10,3500 പേരായി. അതെ, പക്ഷെ പഴയ കാലമല്ലേ, അത് കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ ഇത് രാമാനുജാചാര്യർ ശ്രീ പെരുമ്പുദൂർ കേന്ദ്രമായിട്ട് അദ്ദേഹമാണ് ഈ വൈഷ്ണവ സെക്ട് അയ്യങ്കാർമാർ ഉണ്ടാകുന്നത്, വിശിഷ്ടാദ്വൈതം. അപ്പോൾ രാമാനുജാചാര്യർ കുറക്കാലം ഈ ഭാഗത്ത് ശ്രീരംഗപട്ടണത്ത് താമസിച്ചിരുന്നു. ഈ അയ്യങ്കാർമാർ കുറേ പേര് അങ്ങോട്ട് പിന്നെ കുടിയേറുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിലുണ്ട്. ഞാൻ ഈ കഥ പറയാനായിട്ട് എപ്പോഴും നമ്മൾ പുസ്തകവും രേഖയും പറയുമല്ലോ. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് M.A. ശ്രീനിവാസാചാർ എഴുതിയ ദ മൈസൂർ പ്രധാൻസ് എന്ന് പറഞ്ഞ ദീർഘപ്രബന്ധത്തിൽ നിന്നാണ് ഈ കൂട്ടക്കൊലയുടെ കഥ, അയ്യങ്കാർമാരുടെ കൂട്ടക്കൊലയുടെ കഥ നമ്മൾ പറയുന്നത്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തിരുമലൈ ആനന്ദൽ വാൾ മുതലുള്ള ഒരു പൈതൃകം ഈ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിമാരുടെ, മൈസൂർ വൊഡയാർ രാജാക്കന്മാരുടെ. അപ്പോൾ രാമാനുജ ശിഷ്യനായിരുന്നു ഈ ആനന്ദൻ വാൾ. ശ്രീരംഗപട്ടണത്തിൻ്റെ അടുത്ത് കിരങ്ങൂരിലാണ് ഈ അയ്യങ്കാർ കുടുംബങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കഴിഞ്ഞ് കൂട്ടക്കൊലയ്ക്കൊക്കെ ശേഷമാണ് അവർ മേലുക്കോട്ടയിലേക്ക് പലായനമൊക്കെ ചെയ്യുന്നത്. ഹൊയ്സാല രാജാവ് വിഷ്ണുവർദ്ധൻ ഈ അയ്യങ്കാർ കുടുംബങ്ങൾക്ക് 8 ഗ്രാമങ്ങൾ സമ്മാനിച്ചു. അത് കുറേ കഴിഞ്ഞ് ഈ പല രാജഭരണങ്ങളും ദുർബലമാവുന്നത് പോലെ ഹൊയ്സാല രാജവംശവും ദുർബലമായി. അങ്ങനെ ഹൊയ്സാല രാജഭരണപ്രദേശം പാളയക്കാരുടെ കയ്യിൽ പെട്ടു. പാളയക്കാർ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പോളിഗാർ. ഈ പോളിഗാർ എന്ന് പറയുന്ന ആളുകൾ മുമ്പ് തിരുവിതാംകൂർ ആക്രമിച്ചിരുന്ന മറവന്മാർ എന്ന് പറയില്ലേ, മറവപ്പട, അതാണ് ഈ പോളിഗാർസ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കള്ളാർമാർ, മറവന്മാർ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിലെ ഒരു താഴേക്കിടയിലുള്ള ആളുകളെ ഒരു പാളയമോ കുറച്ച് പ്രദേശങ്ങളോ ഒക്കെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഒരു പാളയം, അങ്ങനെയാണ് ഈ പാളയക്കാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ പ്രദേശം ആന്ധ്ര, കർണാടക, തമിഴ്നാടിൻ്റെ പല ഭാഗത്തും ഈ പാളയക്കാരന്മാർ ഒരു മാടമ്പികളെ പോലെയൊക്കെ കുറേ സ്ഥലമൊക്കെ വെച്ച് ഭരിച്ചിരുന്നു. അങ്ങനെ ഹൊയ്സാല പ്രദേശവും അവരുടെ കയ്യിലായിരുന്നു. മധുര നായക്കർ വിശ്വനാഥർ 1529 ആണ് ഇങ്ങനെ ഈ സിസ്റ്റം, കാരണം വിദൂര പ്രദേശങ്ങളാണ്, ആരെങ്കിലും നോക്കണമല്ലോ, അങ്ങനെ ഈ സിസ്റ്റം ഏർപ്പെടുത്തിയത് കള്ളാർ, മറവർ, വടുകർ തുടങ്ങിയവരൊക്കെയാണ് ചെയ്യുന്നത്. തിരുനെൽവേലി ഭാഗത്തു നിന്നുള്ള മറവപ്പടയാണ് അവിടെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആനന്ദൽ വാൾ
മറ്റേ മൈസൂറിൻ്റെ രാജഗുരു ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിമാരൊക്കെ മൈസൂർ രാജ്യത്ത് ഈ അയ്യങ്കാർ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഹൈദരാലി ഈ മറ്റേ മൈസൂർ രാജാവിനെ 1762 സ്ഥാനഭ്രഷ്ടനാക്കി. പാളയക്കാരുടെ കയ്യിൽ നിന്നും മൈസൂർ രാജാവിൻ്റെ കയ്യിലേക്ക് ഈ ഹൊയ്സാല പ്രദേശമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 1762 ഹൈദരാലി എന്ന് പറയുന്ന ആൾ ദിണ്ടിഗലിൽ ഒരു ഭടൻ മാത്രമായിരുന്നു, ഫൗജ്ദാർ. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം രാജാവിനെയൊക്കെ മറിച്ചിടുന്നത്. അങ്ങേര് മൈസൂർ സ്വന്തമാക്കി. അങ്ങനെ കൃഷ്ണരാജ വൊഡയാർ രണ്ടാമനെ പുറത്താക്കി. കൃഷ്ണരാജ വൊഡയാർ രണ്ടാമൻ ദുർബലനായിരുന്നു, അതുകൊണ്ടാണല്ലോ ഈ ഹൈദരാലി പിടിച്ചടക്കുന്നത്. അതെ, ഒരു ഭടനായിരുന്ന ആൾക്ക് രാജാവിനെ അട്ടിമറിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. അതെ, അപ്പോൾ പുറത്താക്കി താമസിയാതെ മരിച്ചുപോയി വൊഡയാർ. പ്രധാനമന്ത്രി ഗോവിന്ദരാജയെ ഹൈദരാലി കൊന്നു. 2 മക്കളായിരുന്നു ഈ ഗോവിന്ദരാജയ്യ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക്. തിരുമല റാവു, നാരായണ റാവു. തിരുമല റാവുവും നാരായണ റാവുവും ഈ സഹോദരന്മാരാണ് ടിപ്പുവിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ കണ്ട് ഇയാളെ പുറത്താക്കാനായിട്ട് അട്ടിമറിക്കാനുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത്. ഈ മഹാറാണി രാജാവിനെ പുറത്താക്കിയല്ലോ, മഹാറാണി പ്രവാസത്തിലായി, പലായനം ചെയ്ത്. ലക്ഷ്മ മന്നി എന്നാണ് അവരുടെ പേര്. മന്നി എന്ന ആദരവോടുകൂടി വിളിക്കുന്നതാണ് ഈ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ ചേട്ടൻ്റെ ഭാര്യയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ലക്ഷ്മ മന്നിയുടെ വിശ്വസ്തരായിരുന്നു ഈ 2 പേരും. അവർ 2 പേരും മൈസൂർ രാജ്യം വീണ്ടെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് ഈ റാണിയുടെ കൂടെ ഒക്കെ വിശ്വസ്തരായിട്ട് ജീവിച്ചു. ബ്രിട്ടീഷുകാരുമായി ഇടക്കിടക്ക് 27 കൊല്ലത്തോളം അങ്ങനെ അവരുടെ പരിശ്രമങ്ങൾ നടന്നു. 1783 ഇംഗ്ലീഷുകാർ കരൂർ പിടിച്ചു. ഈ കരൂർ എന്ന് പറഞ്ഞ സ്ഥലം പല സ്ഥലത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ട് പല സ്ഥലം. കരൂർ വൈശ്യ ബാങ്ക്, അതെ, നാഷണലൈസ്ഡ് ബാങ്കാണ്. അതെ അതെ. അപ്പോൾ ആ ഭാഗത്ത് കരൂർ ആസ്ഥാനമായിട്ടാണ് വലിയ രാജവംശമൊക്കെ ഉണ്ടായിരുന്നത്. കരുനാഗപ്പള്ളിക്കടുത്തും ഉണ്ട് കരൂര്. അപ്പോൾ അങ്ങനെ ഈ കരൂരിൽ പിടിച്ചിട്ട് അവർ ശ്രീരംഗപട്ടണത്തേക്ക് നീങ്ങുമ്പോൾ അവരുമായിട്ട് ഈ സഹോദരന്മാർ ചർച്ച നടത്തി. ഈ അവസരത്തിൽ നമുക്ക് ടിപ്പുവിനെ പുറത്താക്കാം, അട്ടിമറിക്കാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ സഹോദരന്മാർ ശ്രീരംഗപട്ടണത്ത് സുബ്ബരാജ് അരശ്, നരസിംഹറാവു എന്നിവരെ അവിടുത്തെ പുറപ്പാടിനുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. 3000 ജട്ടി സമൂഹത്തിൽപ്പെട്ടവർ, മറാത്തമാർ, ഇവരുടെയൊക്കെ സഹായം കിട്ടി. ജട്ടി സമുദായം എന്ന് പറഞ്ഞാൽ BD ജട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഉപരാഷ്ട്രപതി നമുക്ക് ജാതിയാണല്ലേ ആണ്. അപ്പോൾ അവരുമൊക്കെ ഇവരുടെ കൂടെ ചേർന്നു. 3000-ഓളം ആളുകൾ. അവർ കോട്ട ആക്രമിച്ചിട്ട് ഖജാന കൈവശപ്പെടുത്താം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഓരോ മുസ്ലിമിനെയും നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, തടവിൽ പാർപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ചു. 1783 ജൂലൈ 28 രാത്രി ഈ ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിച്ചു. പക്ഷേ കോട്ടയുടെ കില്ലേദാർ എന്ന് പറഞ്ഞാൽ ഗവർണർ, കോട്ട സൂക്ഷിക്കുന്ന ഗവർണർ സയ്യദ് മുഹമ്മദിന് ഈ വിവരം ചോർന്ന് കിട്ടി. ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരോ ചോർത്തി കൊടുത്താൽ കാശ് കിട്ടും എന്ന് വിചാരിച്ച അക്കാലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ സുബ്ബരാജ് അരശ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനക്കാരെ കൊന്നു. തിരുമൽ റാവുവിൻ്റെ ഈ അട്ടിമറി ഗൂഢാലോചന ടിപ്പുവിനെ അറിയിച്ചു, ഈ സയ്യദ് മുഹമ്മദ് അറിയിച്ചു. പ്രധാനമന്ത്രിമാരെ അരശ് ആ സംഘത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. സയ്യദ് മുഹമ്മദ് ബന്ധുക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു. സ്ത്രീകളെ, കുട്ടികളൊക്കെ അറസ്റ്റിൽ പെട്ടു. അങ്ങനെയാണ് 700 അയ്യങ്കാർ കുടുംബങ്ങൾ തടവിലാകുന്നത്. തടവിൽ കാലിലും കയ്യിലും ഒക്കെ ചങ്ങലയൊക്കെ കെട്ടിയിട്ടാണ് തടവിൽ പാർപ്പിക്കുന്നത്, പീഡിപ്പിക്കുന്നതൊക്കെ. ശ്രീരംഗപട്ടണം തടവറയിലാണ് ചെയ്യുന്നത്. നാരായണ റാവുവിനെ തടവിലാക്കി, പക്ഷേ അയാൾ തടവ് ചാടി. ഒരു സഹോദരൻ, മറ്റേ സഹോദരൻ പുറത്ത് തന്നെ നിന്നു, തിരുമല റാവു. നാരായണ റാവു തടവ് ചാടി പുറത്ത് എത്തി തിരുമല റാവുവിൻ്റെ കൂടെ ചേർന്നു. അപ്പോഴേക്കും ടിപ്പു മടങ്ങിയെത്തിയിട്ട്
ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി 700 പേരുടെ. എന്നിട്ട് ഈ 700 കുടുംബങ്ങളെയും കൊല്ലാനായിട്ട് ഉത്തരവിട്ടു ടിപ്പു. ആ ദിവസം ദീപാവലിയായിരുന്നു, ആ കൂട്ടക്കൊലയുടെ ദിവസം. 1783 ഒക്ടോബർ 25 അന്നാണ് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ രേഖകൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആ ഒരു ലേഖനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മൈസൂർ പ്രധാൻസ് ശ്രീനിവാസാചാര്യ എഴുതിയത്. അതല്ലാതെ ഈ റാണി, പ്രവാസത്തിലായിരുന്ന ലക്ഷ്മി മന്നി റാണി, ഗവർണർ ജനറൽ മോണിങ്ടൺ എഴുതിയ കത്തുണ്ട്, ലോർഡ് ക്ലൈവിന് എഴുതിയ കത്തുണ്ട്. ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കഥ വിവരിക്കുന്നത്. ഞങ്ങളെ സംരക്ഷിക്കണം, ഇനി ഞങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറയുന്ന കത്ത് അവൈലബിളാണ്. അവരെഴുതിയ കത്ത് 1799 ഫെബ്രുവരി 3. 1799 ടിപ്പു വീഴുന്നത്. രാജകുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ടെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. 1796 തിരുമല റാവുവിന് എഴുതിയ കത്തിൽ ഈ കൂട്ടക്കൊലയുടെ കാര്യവും റാണി പറയുന്നുണ്ട്. രക്ഷപ്പെട്ടവർ, ഈ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അയ്യങ്കാർ കുടുംബങ്ങൾ നാഗമംഗല, ഹെബുരായന കൊപ്പലു, മാണ്ഡ്യ കൊപ്പൽ, മാണ്ഡ്യ എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തു. ഏറ്റവും ഒടുവിലാണ് അവർ മേലുക്കോട്ടയിലെത്തുന്നത്. അവിടെ ക്ഷേത്രവും ഒക്കെ ഉണ്ട്. പക്ഷെ മേലുക്കോട്ടയിൽ ഇന്ന് ക്ഷേത്രത്തിൽ ദീപാവലിയില്ല, കുടുംബങ്ങളിലും ദീപാവലിയില്ല. ഇവരവിടെ പഴയ ഓർമ്മ. അതെ, പക്ഷെ അവിടെ വെച്ചല്ല കൂട്ടക്കൊല നടന്നത്. കൂട്ടക്കൊല നടന്നത് ശ്രീരംഗപട്ടണത്ത്. ശ്രീരംഗപട്ടണം അപ്പോൾ ഒരുപാട് ആളുകളുടെ ചോര വീണ സ്ഥലമാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ശ്രീരംഗപട്ടണം. ഇഷ്ടം പോലെ. നമ്മൾ പറഞ്ഞാൽ ഇവിടുന്ന് നായന്മാരെ ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോയിട്ടല്ലേ കൊല്ലുന്നതും ഒക്കെ, മതം മാറ്റുന്നതും ഒക്കെ, നിർബന്ധിത മതം മാറ്റം. ഇയാളുടെ കൊട്ടാരമില്ലായിരുന്നു അവിടെ? ആയിരുന്നു. പിന്നെ ക്രിസ്ത്യാനികളെ മംഗലാപുരത്ത് നിന്ന് കത്തോലിക്കരെ കൊണ്ടുപോയിട്ട് കൊല്ലുന്നതൊക്കെ ശ്രീരംഗപട്ടണത്താണല്ലോ. ചോര പുഴയായിരിക്കുമല്ലോ അതെ അതെ അവിടെ. അത് അവസാനം ഇയാൾ വീഴുമ്പോഴും അങ്ങനെയാണല്ലോ, ഈ ടിപ്പു വീഴുമ്പോഴും. ടിപ്പു 1999 മെയ് 4 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊല്ലുന്നു ശ്രീരംഗപട്ടണത്ത് അവസാനം. റാണിയുടെ വെടിവെച്ചല്ലേ കൊന്നത്? അതെ അതെ, റാണിയുടെ. അല്ല, ഇയാൾ ചെയ്തതുപോലുള്ള ക്രൂരതയൊന്നും ബ്രിട്ടീഷുകാർ അയാളോട് ചെയ്തില്ല അല്ലേ? അതില്ല. അവസാനം ഈ കുട്ടികളെ ഒന്നും കൊന്നില്ലല്ലോ, എല്ലാവരും വെല്ലൂർ കോട്ടയിൽ കൊണ്ട് മറ്റേ പാർപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ കൂട്ടക്കൊല എന്ന് പറഞ്ഞ പരിപാടിയൊന്നും. കാരണം അവർ സംസ്കാരമുള്ളവരാണ്, ബ്രിട്ടീഷ് സിവിലൈസ്ഡ് ആണല്ലോ ബ്രിട്ടീഷുകാർ. ഇയാളെ പോലെ ഈ കാട്ട് വർഗത്തിന്റെ സ്വഭാവമുള്ള നരാധമനാണല്ലോ, കാട്ടുനീതിയാണല്ലോ. അതെ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരിച്ച് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലാണെങ്കിൽ ടിപ്പു ചെയ്തതുപോലെ ടിപ്പുവിൻ്റെ കുടുംബത്തിലുള്ളവരോടും ബ്രിട്ടീഷുകാർ ചെയ്യണമായിരുന്നു. ഇതൊരു കുലത്തിനെ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അയാൾ തീരുമാനിച്ചത്. റാണിയുടെ കൊച്ചുമകൻ മഹാരാജ കൃഷ്ണരാജ വടയാർ 1799 ജൂൺ 30 വീണ്ടും രാജാവായി. ടിപ്പുവിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ വീണ്ടും മൈസൂർ രാജകുടുംബത്തിനെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കൃഷ്ണരാജ വടയാർ അധികാരമേറ്റു. തിരുമല റാവു, ആ രണ്ട് സഹോദരന്മാർ, തിരുമല റാവു 1815 മദ്രാസിൽ മരിച്ചു. നാരായണ റാവു 1811 മരിച്ചത്. ഇവർ രണ്ടുപേരും സഹിച്ച ത്യാഗങ്ങളോ ഈ ടിപ്പുവിൽ നിന്ന് രാജ്യത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചതോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ ഒന്നും ചരിത്രത്തിലില്ല. ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നതും നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ പറയുന്നതും. ഏതായാലും ടിപ്പുവിൻ്റെ തേരോട്ടം, ചോരയിൽ കുതിർന്ന തേരോട്ടം നമ്മൾ പലപ്പോഴും കേട്ടത് ഈ സ്തംഭിച്ചു പോകുന്ന ഒരു മനസ്സോടെയാണ്. എത്ര വലിയ ക്രൂരതയാണ്! അയാൾ പാർക്കുന്ന കൊട്ടാരം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 10,000-കണക്കിന് ആളുകളെ കൊന്നത്. ഒരു ലജ്ജയും ഭയവും ഇല്ലാത്ത ഒരു മൃഗതുല്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് അപമാനമാണ് അല്ലേ? പിന്നെ വലിയ അന്തഃപുരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വെപ്പാട്ടിമാർ താമസിക്കുന്നതൊക്കെ. അവിടെ ഹൈദരാലിയുടെ ഭാര്യയും വെപ്പാട്ടിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത് ആ കഥകളൊക്കെ അതിഭീകരമാണ്. നമ്മൾ ചെയ്തത് ക്രൂരതകളുടെ കഥ, കൂട്ടക്കൊലയുടെയൊക്കെയാണ്. അതെ അതെ, നമുക്ക് അല്ലാത്തൊരു ജീവിതമുണ്ട്. അതുകൂടെ നമുക്ക് സംസാരിക്കണം, വേറൊരിക്കലാവാം. കാരണം നമ്മളിപ്പോൾ 4, 5, 6ാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ തൽക്കാലം നിർത്തുന്നു. വീണ്ടും ഹൈദരയുടെ കഥ നമ്മൾ പറയും, ടിപ്പുവിൻ്റെ മറ്റു ചില കഥകളും നമ്മൾ പറയും, വീണ്ടും വരും. അതെ, നമ്മൾ
പ്രേക്ഷകരോട് പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ഈ ക്രൂരതകളുടെ പുസ്തകങ്ങൾ, രേഖകളുടെയൊക്കെ പേര് നമുക്ക് കൊടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.